അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ നാളെ കണ്ണൂരിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കും. അലൂമിനിയം മെറ്റീരിയലുകളുടെയും അനുബന്ധ സാധനങ്ങളുടെയും ഇടയ്ക്കിടെയുണ്ടാകുന്ന വിലവർധനവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അലൂമിനിയം മെറ്റീരിയലുകളുടെയും അനുബന്ധ സാധനങ്ങളുടെയും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വിലവർധനവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 22/1/26 വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ റാലിയും ധർണാ സമരവും സംഘടിപ്പിക്കുന്നതിന് നിർബന്ധിതരായിരിക്കുകയാണ്. സർക്കാരുകളിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവണമെന്നും അല്ലാത്ത പക്ഷം കേരളമൊട്ടുക്കുമുള്ള നമ്മുടെ സംഘടന ഈ വിലവർധനവിനെതിരായിട്ട് വ്യാപകമായ ഒരു സമരം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടി ആണ് ഈ സമരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ തൊഴിൽ മേഖല അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ഒരു മേഖലയാണ്. ഈ തൊഴിലില്ലായ്മ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത മാസങ്ങൾക്കായി കേരളം ഒരു കൊറോണയുടെ ആ വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ഒരു സാഹചര്യം കഴിയുന്നതോടുകൂടി അലൂമിനിയം മെറ്റീരിയലുകൾക്ക് അനിയന്ത്രിതമായ വില വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് 2024 ആകുമ്പോഴേക്ക് കേവലം 312 രൂപയാണ് മാർക്കറ്റിലെ അലൂമിനിയം മെറ്റീരിയലുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ അനിയന്ത്രിതമായി വില വർദ്ധിച്ചുകൊണ്ട് 2025 നവംബർ മാസം മുതൽ ഇങ്ങോട്ടേക്ക് ഈ 2026 ജനുവരി മാസം ആകുമ്പോഴേക്ക് ഏകദേശം 170 രൂപയോളം വില വർദ്ധിച്ചിട്ട് 470-80 രൂപയിലാണ് ഇപ്പോൾ ഈ അലൂമിനിയം മെറ്റീരിയൽ നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഉപഭോക്താവ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അപ്പോൾ ഈ ഒരു വില വർധനവ് ഈ ഹോൾസെയിൽ ഡീലർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപഭോക്താവ് നമ്മളാണെങ്കിലും നമ്മളുടെ ഉപഭോക്താവ് പൊതുജനങ്ങളാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിൽ ഈ ഒരു വില വർധന എത്തിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഇതിനൊരു അറുതി വരുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ രാജേഷ്, റജിൽ കണ്ണൂർ, രാജീവൻ കണ്ണാടിപ്പറമ്പ്, നന്ദകുമാർ തളിപ്പറമ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡ്കോ ദി നെറ്റ് സോഫ്റ്റ്വെയർ പാർക്ക്, താണ, കണ്ണൂർ.